നമസ്കാരം. ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ട്രംപ് ആലോചിക്കുന്നതായി തന്നെ US മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദീർഘകാല യുദ്ധത്തിന് ജനങ്ങൾ എതിരായതും ആഭ്യന്തര വിപണിയിലെ ഇന്ധന വില വർധനയുമാണ് ഇതിന് പ്രധാന തിരിച്ചടിയെന്നും ഇത്തരത്തിൽ തന്നെ പല കാര്യങ്ങളിലേക്കും രാജ്യം തീരുമാനിക്കാൻ അവർ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നെന്നും പറയുന്നു. They are forced to do such things എന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പലരും എഴുതിയിരിക്കുന്നത്. യുദ്ധം നീണ്ടാൽ നവംബറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന റിപ്പബ്ലിക്കൻ വിഭാഗത്തിൽ നിന്ന് തന്നെ ട്രംപിന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഇതിന് പിന്നാലെ അറിയാൻ സാധിക്കുന്നതെന്ന് പറയാം. അതിനിടെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആകുമെന്ന് ട്രംപ് ഒരു ഭീഷണി കൂടി നടത്തുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ബുധനാഴ്ച രാവിലെയോടെ തകർക്കുമെന്ന് ട്രംപിന്റെ ഭീഷണിയും ഉണ്ട്. ട്രംപ് നിരന്തരം ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും കീഴടങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഇറാനിലെ വൈദ്യുതി കേന്ദ്രങ്ങളും പാലങ്ങളും തകർക്കപ്പെടുമോ എന്ന കാര്യം ലോകത്തിന് ഇന്ന് അറിയാമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് പറയുകയും ചെയ്തു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ട്രംപിന് മാത്രമേ അറിയൂ എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ട്രംപിന് ശക്തമായ മറുപടിയുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ട്രംപിന് മുന്നിൽ രണ്ട് വഴികൾ മാത്രമാണുള്ളതെന്ന് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ് പറഞ്ഞു. ഒന്നുകിൽ ഇറാന് മുന്നിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ സ്വന്തം സഖ്യരാജ്യങ്ങളെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുക. ഇത് മാത്രമാണ് ട്രംപിന് മുന്നിലുള്ള വഴിയെന്ന് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. തങ്ങളുടെ വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചാൽ മേഖലയിലെ വൈദ്യുതി കേന്ദ്രങ്ങളും ജലശുദ്ധീകരണ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണങ്ങളിൽ മുതിർന്ന സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ തുടർച്ചയായി നഷ്ടപ്പെടുന്ന അതിസങ്കീർണമായ ഒരു പ്രതിസന്ധി ആ ഒരു ഘട്ടത്തിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത്. രാജ്യത്തെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ളതുമായ പദവിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡർ സ്ഥാനത്തേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയാണ്. ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാവുന്ന, അക്ഷരാർത്ഥത്തിൽ മരണത്തിന്റെ നിഴൽ വീണ് കിടക്കുന്ന ഈ പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് തികച്ചും തന്ത്രപരമായ തീരുമാനമാണ്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നഗരങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന ഈ യുദ്ധമുഖത്ത് പതിറ്റാണ്ടുകളുടെ സൈനിക രാഷ്ട്രീയ പരിചയമുള്ള വാഹിദിയുടെ നിയമനം ഇറാന്റെ അതിജീവന പോരാട്ടത്തിൽ നിർണായകമാകും. 1958 മധ്യ ഇറാനിൽ നഗരമായ ഷിറാസിൽ അഹമ്മദ് വാഹിദി ജനിച്ചു. ഷിറാസ് സർവകലാശാലയിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കെയാണ് 1979 ഇസ്ലാമിക വിപ്ലവം കൊടുമ്പിരി കൊള്ളുന്നത്. വിപ്ലവാവശേഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം തൊട്ടടുത്ത വർഷം 1980 തന്നെ IRGCയിൽ അംഗമായി. ഇന്റലിജൻസ് മേഖലയിൽ മുൻ പരിചയമൊന്നുമില്ലാതിരുന്നിട്ടും മികച്ച ഔദ്യോഗിക ബന്ധങ്ങളിലൂടെയും പ്രായോഗിക ബുദ്ധിയിലൂടെയും അദ്ദേഹം അതിവേഗം ഉന്നത സ്ഥാനങ്ങളിലേക്ക് കുതിച്ചു. IRGC ഇന്റലിജൻസ് യൂണിറ്റ് ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഉപമേധാവി തുടങ്ങിയ വാഹിദി 1983 ഇന്റലിജൻസ് മേധാവിയായി ചുമതലയേറ്റു.